മാറ്റിൻ ഷോ കഴിഞ്ഞല്ലോ, വിവരമില്ലാതെ അറിഞ്ഞോ? സൂപ്പർ ഹിറ്റോ, ബമ്പർ ഹിറ്റോ. ഒരു ക്ലാസിക് മൂവിയാണ്, ഒരു ഇന്റർനാഷണൽ മൂവി. എക്സ്ട്രാ ഓർഡിനറി മലയാള സിനിമയുടെ മാഗ്നം ഓപ്പസ് എന്നൊക്കെ പറയാം. അത്രയും കിടിലം പടം. ഇച്ചിരി എനിക്കറിയില്ല ഓവറാണെന്ന്, പക്ഷേ പൃഥ്വിരാജിനൊരു ഓസ്കാർ ലെവലിലെ ഇത് കിട്ടണം. നമ്മൾ നാഷണൽ ലെവലിൽ അല്ല പ്രതീക്ഷിക്കുന്നത്. ദ പീക്ക് ഓഫ് മലയാളം സിനിമ തന്നെ പറയുന്നത്, ദ പീക്ക് ഓഫ് ഇന്ത്യൻ സിനിമ തന്നെ പറയുന്നത് ദ പീക്ക് ഓഫ് സിനിമ ഇറ്റ് സെൽഫ്. അതുപോലത്തെ ഒരു വേൾഡ് ക്ലാസ് വർക്ക്. ഭയങ്കരം തന്നെടൂ, സമ്മതിച്ചു. ഇളകി മറിഞ്ഞിരിക്കുകയാണ്. പല മഹാത്ഭുതങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതങ്ങനെയല്ല. എനിക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന പെർഫോമറിൽ ഒരു പരാതിയോ പരിഭവമോ പറയാനില്ലാത്ത ഒരു സിനിമയാണിത്. നീ ഞങ്ങളെ നാടിനെ മുത്താടാ മുത്ത്. ഈ കോച്ച് വേല സന്തോഷായി. അങ്ങേരുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ആ ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട് ഈ സിനിമ വർത്താണ്. അമ്മാതിരി പണി ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. എത്ര തന്നെ ചാലഞ്ചിങ് ആയിരുന്നെങ്കിലും ഈ സിനിമ എത്ര തന്നെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇതൊരു ട്രൂലി ഒരു നോ കോംപ്രമൈസ് സിനിമയാണെന്നുള്ള കാര്യത്തിൽ വലിയ അഭിമാനമുണ്ട്. ആൻഡ് പെർഫോമൻസ് വൈസും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിഷ്വലി, സൗണ്ട് വൈസ്, സ്റ്റോറി ടെല്ലിംഗ്, അതിലൊക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ആ പെർഫെക്ഷൻ, അതൊക്കെ തീർച്ചയായും അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കലക്കീറ, നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി. കഴിവും പരിശ്രമവുമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ ആക്കി തീർക്കുന്നത്. അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് നെഞ്ചുറപ്പോടെ അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും, അതൊരു നടനാണ്. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ. വരട്ടെ. പോട്ടെ.